തിരുവനന്തപുരത്ത് ഗംഗേഷ് ആനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി. ലൈംഗിക പീഡനം ചെറുക്കാനാണ് പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ചത്. 7 വർഷത്തിന് ശേഷം തിരുവനന്തപുരം CJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ഹരി മോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, കേസെടുത്ത് 7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ എന്തൊക്കെ? കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് നിലവിലുണ്ടായിരുന്നത്. രണ്ടും ക്രൈംബ്രാഞ്ച് ആയിരുന്നു അന്വേഷിക്കുന്നത്. അതിലൊന്നിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഗംഗേഷ് ആനന്ദയ്ക്കെതിരെയാണ് കുറ്റപത്രം ഇപ്പോൾ തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഗംഗേഷ് ആനന്ദയുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിച്ചത് ലൈംഗിക പീഡനം ചെറുക്കാനാണ് എന്നുള്ള കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പേട്ടയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഗംഗേഷ് ആനന്ദ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് കണ്ടെത്തൽ കൂടി ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ശ്രമം നടക്കുന്നതിനിടെയാണ് പെൺകുട്ടി അത് ചെറുക്കാനെന്നോണം ജനനേന്ദ്രിയം മുറിച്ചത്. തുടർന്നാണ് പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്, തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു വ്യക്തിയുടെ, അതായത് മുൻപ് ADGP ആയിരുന്ന സന്ധ്യയുടെ വീട്ടിൽ ചെന്ന് മുട്ടുകയും പക്ഷെ അവിടെ നിന്ന് ആരും ഇറങ്ങി വന്നില്ല. പക്ഷെ പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്നുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ പറയുന്നത്. ഇനിയിപ്പോൾ ഒരു കുറ്റപത്രം കൂടി സമർപ്പിക്കാനുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. അതായത് ജനനേന്ദ്രിയം മുറിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗംഗേഷ് ആനന്ദ നൽകിയ പരാതിയിൽ പെൺകുട്ടിക്കും സുഹൃത്ത് അയ്യപ്പദാസിനുമെതിരെ മറ്റൊരു കുറ്റപത്രം കൂടി നൽകാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സാരമായിട്ടുള്ള വകുപ്പുകളായിരിക്കില്ല അതിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അറിയുന്നത്. കാരണം ലൈംഗിക പീഡനം ചെറുക്കാൻ നടത്തിയ ശ്രമമാണ് ഈ ജനനേന്ദ്രിയം മുറിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടിക്കും സുഹൃത്തിനും അനുകൂലമായി കൊണ്ട് തന്നെയുള്ള കുറ്റപത്രമായിരിക്കും അതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയുന്നത്. 2017 ഫെബ്രുവരി 20 രാത്രിയിലായിരുന്നു ഈ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിഥിയായി എത്തിയ ഗംഗേഷ് ആനന്ദയാണ് അവിടെ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. നിയമവിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. അപ്പോൾ അത്തരത്തിൽ പീഡനം നടത്തിയതിന്റെ തുടർച്ചയായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുകയും തുടർന്ന് ഈ ജനനേന്ദ്രിയം മുറിച്ചതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിലൊരു കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.